ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സൂപ്പർ ഒരു ലുക്കുള്ള ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 6mm ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമുക്കൊരു ഗിയർ വയർ കോർക്കാൻ എടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഒറ്റ കളർ ബീഡ്സ് ഇട്ടിട്ട് അതിന് ശേഷം രണ്ട് ബീഡ്സ് കേട്ടോ, ഒരേ കളറുള്ള 2 ബീഡ്സ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ ഒരുപാട് വിശദീകരിക്കാനൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതേപോലെ തന്നെ ആദ്യം ഒറ്റൊരു ബീഡ്സും പിന്നെ വരുന്ന ഓരോ ബീഡ്സും ഒരേ കളറ് ഈ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് കോർത്തെടുക്കണം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒറ്റ മാലയായിട്ടൊന്നും കോർത്തെടുക്കണ്ട. അപ്പോൾ നമ്മൾ പകുതി വെച്ചിട്ട് വേറൊരു വർക്ക് കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മാല പോലെ കോർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ഹെയർ ബാൻഡിൽ ഇതൊന്ന് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഒറ്റ വരിയിൽ 2 ബീഡ്സ് വരുന്ന തരത്തിൽ ഇതേപോലെ നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇടയിൽ ഒരു ചുറ്റിൽ അധികം ഒന്ന് ചുറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മുടെ ബീഡ്സ് അവിടെ ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ലൂസായിട്ട് അഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ തന്നെ ബീഡ്സ് നമുക്ക് കോർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. എനിക്കൊരു നല്ലൊരു ഗ്രീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബീഡ്സ് സെപ്പറേറ്റ് ആയിട്ടില്ല, ഞാൻ നേരത്തെ തന്നെ പറയാം നിങ്ങളോട്. ഇതിൻ്റെ മിക്സഡ് കളർ ബീഡ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ തന്നെ കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇത്രയും കോർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ബീഡ്സ് കൊണ്ട് ഫ്ലവറിൻ്റെ ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് അതും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ ഒരു വയറുണ്ടല്ലോ ഒരു നല്ലൊരു ലെങ്ത്തിലെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ എൻഡ് വരെയുള്ള ആ ഒരു ഭാഗം നമുക്ക് വർക്ക് ഒരേ ലെവലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ളൊരു വയറെടുക്കുക. നമ്മൾ ആദ്യം ഒരു ഒറ്റ കളർ ബീഡ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും. അപ്പോൾ ഞാനിതിനെ പറ്റിയിട്ട് ഒരുപാട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒരു ബീഡ്സ് ആദ്യം കോർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിനി ഈ ഒരു 2 കളറും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേറെ കളർ എടുക്കുക കേട്ടോ. ഈ ഒരു കളർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 6 ബീഡ്സാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബീഡ്സിൻ്റെ സൈസ് പറയാം, ഇത് 6mm ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു 6 ബീഡ്സും കൂടി ഇതിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 6 ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു ഫ്ലവറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബീഡ്സ് മുഴുവൻ കോർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മുടെ ഈ ഒരു ഹെയർ ബാൻഡിൽ നമ്മളിതൊരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഒരു ഒറ്റ കളറും പിന്നെ ഒരു 6 ഹെയർ ബാൻഡും കൂടിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ട് നമ്മൾ ഒരു ഹെയർ ബാൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഇടണം കേട്ടോ. നമ്മൾ ഈ ഒരു ഗ്രീൻ ബീഡ്സ് ഞാൻ വയ്ക്കുമ്പോൾ കാണിച്ചു തരാം, നോക്കിക്കോളൂ. നമുക്കൊരു ബീഡ്സ് കടക്കാനുള്ളൊരു ഗ്യാപ്പ് കേട്ടോ, അത്രയും ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ ബീഡ്സ് ഉണ്ടല്ലോ അത് നമുക്കതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല ടൈറ്റായിട്ട് അതവിടെ ഇരിക്കുന്ന തരത്തിൽ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ ഈ ഉള്ളൊരു വർക്കൊക്കെ നമുക്ക് ഈ ഒരു ഗിയർ വയർ അല്ലെങ്കിൽ കോപ്പർ വയർ വെച്ച് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇരിക്കും. ഇത് നമ്മൾ ഫിഷിംഗ് വയറിൽ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഉറപ്പിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ ഈ ഒരു ബാക്കി ബീഡ്സ് ഉണ്ടല്ലോ 6 ബീഡ്സ് ഇത് നമ്മളിതിലേക്ക് ഇങ്ങനെ ചുറ്റി കൊണ്ടുവരാം. ചുറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായി. കണ്ടില്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, ഇത് നമ്മളൊന്ന് ടൈറ്റായിട്ട് ഉറപ്പിക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് ഉള്ളിലൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കമ്പി പുറത്തേക്ക് കാണും. അപ്പോൾ അതൊരു അഭംഗിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അടിയിലൂടെ ഇതുപോലെ ഒരു 2-3 ചുറ്റൊക്കെ ചുറ്റി കൊടുത്താൽ അവിടെ ഫിക്സായിട്ട് നിന്നോളും. അപ്പോൾ എങ്ങനെയാണ് ചുറ്റേണ്ടതെന്ന് ചോദിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ടൈറ്റ് ആവുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യത്തെ ബീഡ്സ് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഫ്ലവർ ചെയ്തത് ഈ ഒരു മോഡലിലാണെങ്കിൽ രണ്ടാമത്തെ ഫ്ലവർ വരുന്നത് നമ്മളതിൻ്റെ റിവേഴ്സ് കളറിലാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം സെൻറ്ററിൽ ഗ്രീൻ ബീഡ്സ് വെച്ച് ചെയ്തെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ അടുത്തതിൽ ചെയ്യുന്നത് സെൻറ്ററിൽ ഈ ഒരു പീച്ച് കളർ ഉണ്ടല്ലോ, ഈ ഒരു ബീഡ്സാണ് കേട്ടോ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബാക്കിയുള്ള വർക്കുകളൊക്കെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗിവ് അവേയുടെ 8ാമത്തെ ദിവസമാണ്. ഇന്നലെ
വിന്നറെ ഇന്ന് നമ്മൾ 9 മണിക്ക്, അതായത് വൈകുന്നേരം 9 മണിക്ക് അനൗൺസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിന്നറെ നമ്മൾ നാളെ അനൗൺസ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും കിട്ടും, അത് വിചാരിച്ചിട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മുടെ നേരത്തെയുള്ള എല്ലാ വിന്നേഴ്സിനെയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും എന്താ ചെയ്യുന്നതെന്നറിയോ, ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കളറ് നടുവിൽ വരുന്ന തരത്തിലും ആ പെറ്റൽസ് ആയിട്ട് വരുന്ന തരത്തിൽ നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ഫ്ലവറാണ് ഇത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ എളുപ്പമാണ്, നമുക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല കളേഴ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേറെ എന്താ പറയുക, കാണാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ വീഡിയോ വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് കാണാൻ 2-3 പ്രാവശ്യം കണ്ടിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ 5 ഫ്ലവർ ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഈ അറ്റത്ത് ചെയ്തിട്ടുള്ള വർക്ക് അതിൽ ചെയ്യുകയാണ്. അപ്പം മാത്രമല്ല, നമുക്ക് ഈ ഒരു ഫസ്റ്റ് നമ്മൾ കാണിച്ച വർക്ക് ഉണ്ടല്ലോ, വേണമെങ്കിൽ ആ ഒരു ഹെയർ ബാൻഡിൽ ഈ ഒരു കളർ വെച്ചിട്ട് മൊത്തം നമുക്ക് ഇതുപോലെ ചെയ്താലും ബ്യൂട്ടിഫുള്ളായിരിക്കും. നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാണ് കേട്ടോ. നമ്മൾ വീണ്ടും ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളത് എൻഡിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻഡ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. എൻഡ് ബീഡ്സ് അല്ല, എൻഡ് ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നോർമലി നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മൾ ബീഡ്സ് കോർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ കോർക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കേട്ടോ. അപ്പോൾ അതെ ക്ലിയർ ചെയ്തു. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.